അല്ല കൊച്ചമ്മ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഓ, ഇതുവരെ 7ാം ക്ലാസ് പഠിച്ചിട്ട് ഇത്രയും വലിയൊരു കവിയായ ഒരാൾ ഈ പ്രദേശത്തുണ്ടോ? അത് പോട്ടെ, ഈ കേരളത്തിലുണ്ടോ? കേരളവും വിടും. ഈ രാജ്യത്തുണ്ടോ? രാജ്യവും വിടും. ഈ ലോകത്തുണ്ടോ? പറയണം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഏതായാലും ഉലകം ചുറ്റി മുഴുവനും വന്ന് ലോകം വരെ പറഞ്ഞല്ലോ. അതെ. ഇനിയിപ്പോ ഒന്നും പറയാൻ ബാക്കിയില്ലല്ലോ. എന്നാ ഇനിയിപ്പോ നീ പോയി നിന്റെ ബാക്കി ജോലി ചെയ്യൂ. അയ്യോ, ഞാൻ ചോദിച്ചതിന് എന്റെ കൊച്ചമ്മ ഉത്തരം പറഞ്ഞില്ല. എന്നെ പോലെ, അതായത് കൊച്ചമ്മ, എന്നെ പോലെ ഭാഷ ഞഞ്ഞുള്ള ആരുണ്ട്? ഭാഷ ഞഞ്ഞോ? ഞഞ്ഞോ? ഞഞ്ഞോ അല്ല, ജ്ഞാനം. ഭാഷ ജ്ഞാനമുള്ള ആരുണ്ടെന്ന് പറഞ്ഞത്. ഭാഷ ഞഞ്ഞൂന്നാ. ഇതാതിന്റെ കവിയുടെ ഭാഷ മോള് കേട്ടല്ലേ? 7ാം ക്ലാസ് പഠിച്ചിട്ടും ഇതുപോലത്തെ ഭാഷാജ്ഞാനുണ്ട് കവി. കൊച്ചമ്മ, ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. മോളടക്കം അറിഞ്ഞിരിക്കണം. അറിയണം. അങ്കിള് മലയാള ഭാഷയ്ക്ക് 2 വാക്കുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? അയ്യോ, നീ സംഭാവന ചെയ്തു? ഏത് 2 വാക്ക്? കൊച്ചമ്മ, ഇത് പത്രക്കാരുടെ വിളിച്ചു പറഞ്ഞ് വൻ അല്ല, ആരും പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങനെ കേൾക്കില്ല. അസൂയ കാര്യമൊന്നും പറയില്ലല്ലോ കൊച്ചമ്മ. 1 കും. കും. 2 കും. അതായത് ഒരു കൊച്ചു കുട്ടിക്ക് വരെ ഈ ഭാഷ ഉപയോഗിച്ച് കാര്യങ്ങൾ പറയാം. എന്തും പറയാം. അച്ഛനോട് അമ്മയോട് സംസാരിക്കാം. അതായത് മോളെ പാപ്പം വേണോ? കും. അതായത് വേണം. മോളെ പാപ്പം വേണോ? കും. കും. വേണ്ട. അതൊക്കെ ഞാനാണ് സംഭാവന ചെയ്ത ആ വാക്കുകൾ 2. കും കും കും. മക്കളും ഇതുപോലെ അച്ഛൻ വന്ന് ചോദിക്കുന്നു, മോളെ ഇന്ന് എന്തെങ്കിലും ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരണോ? കും. വേണ്ടെന്നുണ്ടെങ്കിൽ കും കും. മനസ്സിലായി കഴിഞ്ഞു. അതെ മക്കളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മക്കളെ, ഇതൊന്നും കയറി പഠിക്കരുത് കേട്ടോ. ഇതാരിത്? എഴുത്തച്ഛനോ വാത്മീകിയോ വ്യാസനോ ഭഗവാന് മാത്രം അറിയാം. അയ്യോ, അസൂയ പുറത്തു മാത്രമല്ല. അല്ല, ചെല്ല് കവി അങ്ങോട്ട് ചെന്നേച്ചു വാ. എന്റെ പൊന്നു മക്കളെ, ഇതൊന്നും കണ്ടു പഠിക്കല്ലേ. ജീവിതം അധോഗതിയായി. മോളെ, നീ ഇതുവരെ റെഡി ആയില്ലേ? അയ്യോ അച്ഛൻ, ഞാൻ പോയി റെഡി ആയിട്ട് വരാമേ. പെട്ടെന്ന് പോയി റെഡിയാക്കേ. ഞങ്ങളെ വലിയൊരു കവിയെ കണ്ടേച്ചിരിക്കുക. 7ാം ക്ലാസ് വരെ പഠിച്ച ലോകോത്തര കവിയെ കണ്ടേച്ചിരിക്കുക. ഞാൻ റെഡി ആയിട്ട് വരാമേ. അവൻ അവിടെ എത്തിന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സുരഭി വിളിച്ച് പറഞ്ഞായിരുന്നു. അല്ല, അവന് അവിടെ എവിടാ താമസം? അവന്റെ ഒരു കോളേജ് മേറ്റ് അവിടെ ഉണ്ട്. അവിടെയാ സ്റ്റേ. ഞാൻ പ്രകാശനെ വിളിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ ഒന്ന് അന്വേഷിക്കണമെന്നുള്ളത്. എന്താണാവോ ഈശ്വര, നന്നാവാനും നശിക്കാനും പറ്റിയ നാടാ. അവൻ നല്ല പ്ലാനിങ് ഉണ്ടമ്മ. എനിക്ക് ഉറപ്പാണ് ഇതിലവൻ വിജയിക്കും. നമുക്ക് കാണാം ഈ പറഞ്ഞ പോലെ. അല്ല, നമ്മുടെ ആ ഓഫീസിലെ ഉണ്ണി ഉണ്ടല്ലോ, ഇരിക്കുന്നേയില്ല ഓഫീസിനകത്ത്. ഏത് നേരം വെളിയിൽ കറക്കവാ. അത് നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ടത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അവന്റെ കറക്കം ഒന്ന് കുറയ്ക്കാൻ പറയണം കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാമോ? ചെല്ല്. ഞങ്ങൾക്ക് വിളിക്കാട്ടോ. ഒന്നുമില്ലാത്തോണ്ടാണ് എന്നെ കണ്ടപ്പോ കോള് കിട്ടിയത്. അത് അമ്മയായിരുന്നു. ആയിക്കോട്ടെ, അതിന് എന്നെ കണ്ടപ്പോ എന്തിനു കോള് കിട്ടിയത്? അല്ല, ആ കാര്യം പറഞ്ഞ ഏട്ടൻ എന്നെ വഴക്ക് പറയുന്നു വിചാരിച്ചിട്ടാ. എടി, നീ കാര്യം പറ. ഒന്നുമില്ല ഏട്ടാ, ഏട്ടൻ പോയി റെഡിയായി ഓഫീസിൽ പോവാൻ നോക്ക്. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിക്കോളാം. നീ ആദ്യം കാര്യം പറ. അത് അച്ഛനും അമ്മയും ഇപ്പൊ താമസിക്കുന്ന വീട് വിറ്റിട്ട് വേറെ വീട്ടിലോട്ട് മാറിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. അതെന്തിന്? അവരിപ്പോ നല്ലൊരു വീട്ടിലല്ലേ താമസിക്കണേ? അതെ, പക്ഷെ അവർക്ക് ആ വീട്ടിൽ താമസിച്ച് മടുത്തു. എന്നാ വേറെ എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കും. അതെന്തിട്ട് കൊടുക്കാൻ പോണത്? അമ്മയ്ക്ക് ഈ വാടക വീട്ടിൽ കിടന്ന ഉറക്കം വരില്ല. പിന്നെ ഈ ലോകത്ത് നിന്റെ അമ്മ മാത്രമല്ലേ വാടക വീട്ടിൽ കിടക്കണം? എടി, നീ വളഞ്ഞു ചുറ്റാതെ കാര്യം എന്തോന്ന് വെച്ചാ പറ. അതേട്ടാ, അച്ഛന് കുറച്ച് കടമുണ്ട്. അപ്പോ ഈ വീട് വിറ്റിട്ട് ആ കിട്ടുന്ന കാശ് കൊണ്ട് കടവും വീട്ടി ബാക്കി പൈസയിൽ ഒരു വീട് വാങ്ങിച്ചാലോ എന്നാണ് അവർ ആലോചിക്കുന്നത്. എടി, ഇപ്പൊ ഈ വീട് വിറ്റാലേ നിനക്ക് ഈ വീട് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് വിൽക്കാൻ നിൽക്കണേ എന്തിന്? അതിന് നമുക്ക് ആ വീടിന്റെ ആവശ്യമുണ്ട് ഏട്ടാ. നമുക്ക് വേണോ വേണ്ടെന്നുള്ളതല്ല. നീ അവിടെ ജനിച്ചു വളർന്നതല്ലേ. അപ്പൊ നിനക്ക് ആ വീട് വിൽക്കണതിൽ ഒരു വിഷമവും ഇല്ലേ? വിഷമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ആവശ്യം വരാൻ നേരത്ത് നമ്മുടെ ഇഷ്ടവും വിഷമൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാണ്. അങ്കിളിന് ഇതിന് മാത്രം എന്തോന്ന് കടം? അച്ഛൻ എന്തൊക്കെയോ ബിസിനസ് ചെയ്തതാ. എടി, അങ്ങേര് സോറി, നിന്റെ അച്ഛന് വയസ്സാം കാലത്ത് അറിയാന്നുള്ള പണി ചെയ്ത് ജീവിച്ചാ പോയി.
അതിന് ഏട്ടൻ എന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നു? ഇതാ ഞാൻ പറയാൻ വരാതിരുന്നേ. പിന്നെ എങ്ങനെ ചൂടാവാതിരിക്കും? ഞാൻ മാസം മാസം ചെലവിന് കൊടുക്കണേ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്താ എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞുടങ്ങി മിണ്ടാതിരിക്കും. എനിക്കറിയാം എന്തോ ചെയ്യണോ. അപ്പൊ അച്ഛന്റെ കടോ? അച്ഛന്റെ ഞാൻ പറഞ്ഞല്ലോ നോയിക്കോളാന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.